ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല അടിപൊളി നെയ്ച്ചോറും എഗ് റോസ്റ്റും ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ മൊത്തം നമ്മളിത് ഒരുമിച്ച് രണ്ടുപേരെ കൂടി ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ഒരു മണിക്കൂറിനുള്ളിലൊക്കെ നമുക്ക് പെട്ടെന്നൊക്കെ ലഞ്ച് ഉണ്ടാക്കാം കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് പെട്ടെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ബസുമതി അരി എടുത്തിട്ട് ഒരു 20 മുതൽ 30 മിനിറ്റ് വരെ നമുക്ക് കുതിർക്കാൻ വെക്കണം. അപ്പോൾ ആ ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ അനിയത്തി അവിടെ നിന്ന് ഉള്ളിയൊക്കെ അരിഞ്ഞ് തന്നിട്ടുണ്ട് കേട്ടോക്കി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പണി കഴിയും. ഒരു 10 അല്ലി വെളുത്തുള്ളിയും പിന്നെ ഈ കഷ്ണം ഇഞ്ചിയും കൂടി ഒന്ന് പേസ്റ്റാക്കി വയ്ക്കാം. അപ്പോൾ നമ്മൾ അരി എടുത്ത ഗ്ലാസ്സിൽ നമ്മൾ 1.25 ഗ്ലാസ് വെള്ളമായിട്ട് ഒഴിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിന് വെള്ളം എടുത്ത് വെച്ചു. എന്നിട്ട് ഇതേ ഒരു കുക്കർ വെച്ചിട്ട് അതിനകത്ത് നമ്മൾ ഡാൽഡ ഒഴിക്കുക. ഡാൽഡ എണ്ണ എന്തായാലും കുഴപ്പമില്ല. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി നമ്മളതിലിട്ടിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള വെള്ളം അതിലേക്ക് അങ്ങ് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കാം. അപ്പോൾ കുക്കറിലായതുകൊണ്ട് കേട്ടോ ഈ വെള്ളം, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി അതിലേക്കുള്ള ഗരം മസാല പറയുമ്പോൾ പെരിഞ്ജീരകം, കുരുമുളക്, ഏലക്കായ, തക്കോലം, ഗ്രാമ്പൂ ഇതൊക്കെയാണ്. കറക്റ്റ് ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ 10 രൂപയുടെ ഒരു പാക്കറ്റ് മേടിക്കില്ലേ, അതിൽ കസ്കസ് എടുത്തില്ല, പിന്നെ പെരിഞ്ജീരകം പകുതി എടുത്തിട്ടുള്ളൂ, ബാക്കി ആ പാക്ക് ഫുള്ള് ഇട്ടു കേട്ടോ. ഇതിപ്പോൾ കറക്റ്റായിരിക്കും അതിലേക്ക്. ഇനി നമുക്ക് നമ്മുടെ വെള്ളം തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതെല്ലാം അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പം നന്നായി തിളയ്ക്കുമ്പോൾ ആവശ്യത്തിന് ഉപ്പിടാം. എന്നിട്ട് ഒരു പകുതി നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. അപ്പോൾ ചോറ് ഒട്ടിപ്പിടിക്കില്ല. എന്നിട്ട് അതിലേക്ക് പിഴിഞ്ഞൊഴിച്ച് നമുക്ക് ഇനി അരിയിടാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ കുക്കർ അടച്ച് വയ്ക്കാം. ഞാൻ കുക്കർ അടച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കെന്താ സൈഡിൽ കുറച്ച് ഉള്ളിയൊക്കെ വറുത്തെടുക്കാം. കണ്ടോ, ചക്കരയാട്ടോ ചെയ്തെന്ന്. അപ്പോൾ ആ പണി കഴിയുമല്ലോ. എന്നിട്ട് നമുക്ക് ഇതിപ്പോൾ ഒരു 5 മുതൽ 10 മിനിറ്റായി. അപ്പോൾ അങ്ങനെ വിസിൽ വരാൻ നിൽക്കുകയാണ്. ആ വിസിൽ വരാൻ നിൽക്കുന്ന സമയത്ത് അങ്ങ് ഓഫ് ചെയ്തിട്ട് അതങ്ങനെ വെച്ചേക്കാം. എന്നിട്ട് നമുക്ക് എഗ് റോസ്റ്റിൻ്റെ പണി നോക്കാം കേട്ടോ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നാൽ മതി. ഞാൻ തുറക്കുന്ന എടുക്കാൻ പറ്റിയിട്ടില്ല. കണ്ടോ. ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് ഒരു 2 സ്പൂൺ നെയ്യും സവോള വറുത്തതും കൂടി ഇട്ടിട്ട് ഒന്ന് അടച്ച് വയ്ക്കുക. നമ്മുടെ ഗീ റൈസ് റെഡിയായി. അപ്പോൾ ഗീ റൈസ് അവിടെ ഇരിക്കട്ടെ. നമുക്ക് ഒരു ചട്ടി വയ്ക്കാം. എന്നിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ഉള്ളിയില്ലേ, അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ആദ്യം. അപ്പോൾ നമുക്കിതേ കണ്ടു ഗീ റൈസ് നമുക്കിത് 10-15 മിനിറ്റ് കൊണ്ട് പണി കഴിയും. ഇതും കൂടി ആയിക്കഴിഞ്ഞാൽ റെഡി. എന്നിട്ട് ഇത് നന്നായി വഴണ്ടി കഴിഞ്ഞാൽ നമുക്ക് ഒരു സവോള, ഞാനൊരു 2 മീഡിയം സൈസ് സവോള എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കുള്ളതാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഇത് നന്നായി വഴണ്ടി വരണം. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ സൈഡിൽ കൂടെ മുട്ടയൊക്കെ പുഴുങ്ങി വെച്ചു കേട്ടോ. ഇപ്പോൾ സവോളയിൽ ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. അപ്പോൾ പെട്ടെന്ന് വാടുമല്ലോ. ഈ സവോള വാട്ടിയെടുക്കുക എന്ന് പറഞ്ഞത് ഇഷ്ടമില്ലാത്ത പരിപാടിയാണ്. അപ്പോൾ കുറച്ച് സമയം പിടിക്കും. മഞ്ഞൾപ്പൊടി ഞാൻ 1 സ്പൂൺ ഇട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി നല്ലോണം ഇട്ടിട്ട് എനിക്ക് കളറ് വേണം കറിക്ക്, നല്ല ഇഷ്ടം. അതിട്ടിട്ട് അവിടെ ഇരിക്കട്ടെ കുറച്ച് നേരം. അങ്ങനെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സവോള നല്ല പാകമായി, നല്ല ബ്രൗൺ കളറൊക്കെ ആയി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആവശ്യത്തിന് മുളക് പൊടി ഇട്ടു. അതൊക്കെ ഇപ്പോൾ എരിവനുസരിച്ചിട്ട് ഞങ്ങൾ 1 സ്പൂൺ ഇട്ടപ്പോൾ ഞങ്ങൾക്ക് കറക്റ്റായി. ചിക്കൻ മസാല കേട്ടോ ഞാനൊരു ഇതൊക്കെ ഇടാറുള്ളത്. ഗരം മസാല ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര മസാല കൂടിയ പോലെ തോന്നി എനിക്ക്. അപ്പോൾ ഞങ്ങൾക്ക് ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണ് ചിക്കൻ മസാല, അതുകൊണ്ട് ഇട്ടെന്നുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടാം. ഇതിപ്പോൾ ഞാൻ 1 സ്പൂൺ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ പച്ചമണക്കം മാറുന്നവരെ നന്നായിട്ട് വഴറ്റുക. എണ്ണയൊക്കെ വേണമെങ്കിൽ അപ്പോൾ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് തക്കാളി വേണം. തക്കാളി ഒരു മീഡിയം സൈസ് തക്കാളി. അപ്പോൾ തക്കാളി ഇട്ട് കഴിഞ്ഞാലും ഇനി വെയിറ്റ് ചെയ്യണം. അത് അതായിട്ട് നന്നായി ചേർന്ന് വരണം. അപ്പോഴാണ് ടേസ്റ്റ്. തക്കാളി സെപ്പറേറ്റ് കിടക്കരുത്. അങ്ങനെ. അപ്പോൾ അതും കുറച്ച് നേരം അടച്ചൊക്കെ വെച്ചിട്ട് ഇരിക്കണം. ഒരു 5 മിനിറ്റൊക്കെ തന്നെ ആവുള്ളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് തക്കാളിയും റെഡി ആവട്ടെ. കണ്ടോ, ഈ പരുവാണ് ആവേണ്ടത്. കണ്ടോ, നന്നായി തക്കാളി കുടഞ്ഞ് അങ്ങനെ. ഇനി പുഴുങ്ങി പൊളിച്ച് വെച്ചിട്ടുള്ള മുട്ട 3 എടുത്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് അതിലേക്ക് അങ്ങ് ഇടാം. എന്നിട്ട് അധികം ഉടയാത്ത രീതിയിൽ മുകളിലൊക്കെ വന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ. ഇനി ഇപ്പോൾ എന്തെങ്കിലും ഒരിത്തിരി നെയ്യ് ചേർത്തുണ്ട് കേട്ടോ. അതൊക്കെ വേണമെങ്കിൽ ചേർത്താൽ മതി. പിന്നെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഇത്തിരി പഞ്ചസാര കൂടി ചേർത്ത് കഴിഞ്ഞാൽ സംഭവം സെറ്റ്. അപ്പോൾ അത് 2 മിനിറ്റ് മൂടി വെച്ച് കഴിഞ്ഞാൽ അത് റെഡി. കണ്ടോ, നെയ്ച്ചോറ്, നമ്മുടെ കിഡിലെ നെയ്ച്ചോറ്
ഞങ്ങളിത് കഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ് കേട്ടോ. കണ്ടോ, ചോറൊന്നും പരസ്പരം ഒന്നും ഒട്ടാതെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ എഗ് റോസ്റ്റും അടിപൊളി കോമ്പിനേഷനാണ്. ഒരു അച്ചാറോ സലാഡൊക്കെ ഉണ്ടെങ്കിൽ കിടിലനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.